പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2025 4 വർഷ ഡിഗ്രി അഡ്മിഷന് അപേക്ഷ നൽകിയിട്ടുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും. ഇവരെ അപേക്ഷ നൽകാൻ മറന്നുപോയ വിദ്യാർത്ഥികളുണ്ടാവും. ഇവരോടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനിയും അലോട്ട്മെന്റ് കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റ് പ്രക്രിയ വളരെ കൃത്യമായിട്ട് യഥാസമയം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിക്കും. ഓക്കെ, എല്ലാ ദിവസവും ഇതിൽ വരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുക. നിങ്ങളിൽ വരുന്ന ഒരു പേവ് കാരണം നിങ്ങൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടാൻ കാരണം പാടില്ല. എനിക്ക് ഒരു 10-15 ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചത് ഞാൻ കണ്ടില്ല, ഞാൻ മാൻഡേറ്ററി ഫീസ് അടക്കാൻ മറന്നു, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, ഞാൻ മാൻഡേറ്ററി ഫീ അടച്ചില്ല. ആ സമയത്തൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ്. ഇനിയും അത് പങ്കുവെക്കും. ഒക്കെ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 2025 4 വർഷ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടികൾ എല്ലാവർക്കും അറിയാം. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ഫീ അടച്ച് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. 2 തരം പെർമനന്റ് അഡ്മിഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തെ പെർമനന്റ് അഡ്മിഷൻ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ആ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആ കോളേജിലേക്ക് നിങ്ങൾ മാറണം. ഓക്കെ, ഇനി പുതിയൊരു കോളേജ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റൂല എന്ന് പിന്നെ പറയാൻ പറ്റില്ല. തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് പുതിയൊരു അലോട്ട്മെന്റ് ലഭിച്ചു, അവിടേക്ക് മാറണം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. അതിന് മുകളിലെ ഓപ്ഷനുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഉണ്ടെങ്കിൽ, നിങ്ങൾ കിട്ടിയാൽ പോകില്ല എന്നുണ്ടെങ്കിൽ ആ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം എന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഹയർ ഓപ്ഷനുകളൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയാണ് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം. ആ വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റ് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ വരുന്ന 3-ാം തീയതിയും 4-ാം തീയതിയും എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ എഡിറ്റിംഗ് ചെയ്യാൻ അവസരമുള്ള സമയത്ത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മാൻഡേറ്ററി ഫീ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളുണ്ടാവും, അവർ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും. ഈ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് അലോട്ട്മെന്റിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോളേജിൽ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും. അതിനെന്ത് ചെയ്യണം? 3-4 നടക്കുന്ന എഡിറ്റിംഗ്, നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് ഇല്ലെങ്കിലും നിങ്ങൾ കയറി എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ വിട്ടുപോയി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെർമനന്റ് ഈ ഓപ്ഷൻ, ഈ എഡിറ്റിംഗ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 30-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരം നിങ്ങളിലേക്ക് എത്തിക്കും. 30-ാം തീയതി പബ്ലിഷ് ചെയ്താൽ 1-ാം തീയതി മുതൽ കോളേജിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കും. അതിലേക്ക് നിങ്ങൾക്ക് കോൾ വരും. നിങ്ങൾക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ? യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് നിന്ന് TC വാങ്ങിയിട്ട് പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, 1-ാം തീയതി തന്നെ എനിക്ക് കോൾ ഒന്നുമില്ല നിങ്ങൾ അപ്പൊ തന്നെ ടെൻഷൻ അടിക്കരുത്. 1-ാം തീയതി തന്നെ കോൾ വരണമെന്നൊന്നുമില്ല, അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യത്തിലുള്ള വിദ്യാർത്ഥികളെ കോളേജുകൾ വിളിക്കും. ആ സമയത്ത് പല വിദ്യാർത്ഥികളും ജോയിൻ ചെയ്യാൻ മടിക്കും, പലരും പല സ്ഥലത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ഒരു 10, 20, 25 ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതേ സമയത്ത് തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ടയിലേക്കും സ്പോർട്സ് കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അതിന്റെ അഡ്മിഷൻ നടപടികളും ഇതേപോലെ തന്നെ നടക്കും. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ്. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ അവിടെ ഉള്ള ഒരു സംശയം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ സെമസ്റ്റർ ഫീസ് അടക്കണോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഒരു സെമസ്റ്റർ ഫീസ് ഒന്നും അടക്കേണ്ട, എയ്ഡഡ് കോഴ്സാണ്. ഗവൺമെന്റ് സഹായത്തോട് കൂടി പ്രവർത്തിക്കുന്ന കോഴ്സാണ്. സോ എന്ത് ചെയ്യാം? ആ കോഴ്സുകളിൽ അഡ്മിഷൻ എടുക്കാനെങ്കിൽ സെമസ്റ്റർ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ 3-4-ലാണ് പിന്നെ എഡിറ്റിംഗ് ഉള്ളത്, അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് 7-ാം തീയതി എന്ത് ചെയ്യും? തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ജൂലൈ 7-ന് എന്ത് ചെയ്യും? തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. തേർഡ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം? മാൻഡേറ്ററി ഫീ അടക്കുക, ഇതേപോലെ പെർമനന്റ് അഡ്മിഷൻ
ഇതേ നടപടി തന്നെയായിരിക്കും പെർമനന്റ് അഡ്മിഷൻ. ഹയർ ഓപ്ഷൻ നിലനിർത്തിയും ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ കഴിയും. അങ്ങനെ ആ തേർഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ നടപടി കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ 15-ാം തീയതി ജൂലൈ 15-ാം തീയതി 16-ാം തീയതി പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവും. പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ആ പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം കഴിഞ്ഞതിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. എയ്ഡഡ് കോളേജിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആയിരിക്കും. സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കോ അതായത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. പിന്നീട് റാങ്ക് ലിസ്റ്റിനായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ. എയ്ഡഡ് കോളേജുകളിലേക്ക് 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കോളേജിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് എന്തുണ്ടാവും, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. പിന്നെ റാങ്ക് ലിസ്റ്റ് നിന്നായിരിക്കും അഡ്മിഷൻ നടപടി. ഈ അഡ്മിഷൻ നടപടി ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇനിയും അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ മാത്രം കൊടുത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അവരോട് പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലത്തിന്റെ ബേസിലാണ് പറയുന്നത്, 90% പലർക്കും കഴിഞ്ഞ വർഷം ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ ചില കോഴ്സുകൾക്ക് ലഭിച്ചിട്ടില്ല. 90% മിനിമം ആണ് ഗവൺമെന്റ് എയ്ഡഡിൽ കിട്ടാനുള്ള ഒരു മാർക്ക്. ചില കോളേജിൽ 94 ഉണ്ട്, 95 ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഒരു 85% കുറവാണെങ്കിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഓപ്ഷനുകൾ കൊടുക്കുക, എഡിറ്റിംഗിന്റെ സമയത്ത് കൊടുക്കുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കാത്തിരിക്കേണ്ടത് അഡ്മിഷൻ എടുക്കില്ല, എനിക്ക് സെൽഫ് ഫിനാൻസിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കാതെയും ഇരിക്കാം. പക്ഷെ ഇതാണ് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. നല്ല മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. സെൽഫ് ഫിനാൻസിങ് ഇപ്പോൾ ഈ വർഷം അപേക്ഷ കുറവാണ്. അപ്പൊ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത് എനിക്കൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അപേക്ഷ കുറവാണ്. എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ സീറ്റൊക്കെ ഏറ്റവും വേഗത്തിൽ ഫില്ലാവുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വേണ്ടത് എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളാണ്. ആ നിലക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അഡ്മിഷന്റെ ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അടച്ച ഫീസ് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പേടി വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി, തേർഡ് അലോട്ട്മെന്റ് പുതിയ കോളേജ് കിട്ടിയാൽ ഞാൻ അവിടെ പോകുമ്പോൾ ഈ പഴയ ഫീസ് കിട്ടും, ഫീസ് തിരിച്ചു കിട്ടും. അതിന് UGCയുടെ റെഗുലേഷൻ ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ ഉണ്ട്. ഇത് പ്രകാരം നിങ്ങൾക്ക് ഫീസ് തിരിച്ചു തരൽ നിർബന്ധമാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു സ്ഥലത്ത് കിട്ടി, തേർഡിൽ വേറൊരു സ്ഥലത്ത് കിട്ടി പോകുമ്പോൾ ഫീസ് തിരിച്ചു തരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ വേറെ കോളേജ് കിട്ടി, ആ സമയത്തും ഫീസ് തിരിച്ചു തരണം. ഫീസ് തിരിച്ചു തരൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി വാങ്ങാം എന്തുകൊണ്ട് ഫീസ് തിരിച്ചു തരൂല എന്ന്. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫീസ് തിരിച്ചു തരൂല എന്നുണ്ടെങ്കിൽ അത് വെള്ള പേപ്പറിൽ വാങ്ങുക. അതോടുകൂടി അവർ തിരിച്ചു തരുന്നതാണ്. അത് ന്യായമായിട്ടുള്ള നമ്മുടെ അവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫീസ് തിരിച്ചു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ ഫീസ് തിരിച്ചു വാങ്ങുന്നതിന് റൂൾ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.